In previous class, we discussed about the population proportion, single population proportion, and the hypothesis testing ആയിരുന്നു അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായി. അതായത് സിംഗിൾ പ്രൊപ്പോർഷൻ കേസിലുള്ള ടെസ്റ്റ് ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? സിംഗിൾ പ്രൊപ്പോർഷന്റെ ആയിരുന്നു. സെറ്റ് ഈക്വൽ ടു പി മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ എൻ. ഇതായിരുന്നു സിംഗിൾ പ്രൊപ്പോർഷൻ. അതായത് പി പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ പി ഈക്വൽ ടു ഒരു 62% ആണോ 3% ആണോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ പ്രൊപ്പോർഷൻ ബേസിലുള്ള ഈ സ്റ്റാറ്റിക് യൂസ് ചെയ്യാം. നമ്മൾ മുന്നേ പഠിച്ച മീൻ എന്ന് പറയുന്നത് മീൻ മ്യൂ ഈക്വൽ ടു ഒരു 65 ആണോ ഒരു പെർട്ടിക്കുലർ ഒരു സ്പെസിഫിക് വാല്യൂ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ എച്ച് നോട്ട് എന്ന് പറയുന്ന മ്യൂ ഈക്വൽ ടു 65 എന്നിട്ട് അതിന്റെ ഓൾട്ടർനേറ്റീവ് H1 മ്യൂ നോട്ട് ഈക്വൽ ടു 65 അങ്ങനെ എടുത്തില്ല. അതേ ഫോമില് പ്രപ്പോർഷന്റെ കേസിലുള്ള സിംഗിൾ പ്രപ്പോർഷൻ വരുമ്പോഴുള്ള സ്റ്റാറ്റിക് ആണ് ഇത്. സെറ്റ് ഈക്വൽ ടു ഇവിടുത്തെ എച്ച് നോട്ട് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും പി ഈക്വൽ ടു പി നോട്ട് ആണോ എന്ന് ഒരു സ്പെസിഫിക് പ്രപ്പോർഷൻ ആണോ എന്ന് അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ടെസ്റ്റ് സ്റ്റാറ്റിക് ഇതായിരുന്നു. സെറ്റ് ഈക്വൽ ടു പി മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ എൻ. പി എന്ന് പറഞ്ഞാല് സാമ്പിൾ പ്രപ്പോർഷൻ ആയിരുന്നു. സാമ്പിൾ പ്രപ്പോർഷൻ. പി നോട്ട് എന്ന് പറഞ്ഞാല് പോപ്പുലേഷൻ പ്രപ്പോർഷൻ. പോപ്പുലേഷൻ പ്രപ്പോർഷൻ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിൾ. നമ്പർ ഓഫ് സാമ്പിൾ. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേർ പി ഈക്വൽ ടു എക്സ് ബൈ എൻ ആയിരുന്നു. എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് സക്സസ്, എൻ എന്ന് പറയുന്നത് സാമ്പിൾ സൈസ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും 2-3 പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് കടക്കാം. പ്രോബ്ലം ഇതാണ്. സിംഗിൾ പ്രപ്പോർഷന്റെ കേസിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈക്വാലിറ്റി ഓഫ് എ ടു പ്രപ്പോർഷൻ ആണ്. പ്രോബ്ലം ഇതാണ്. ഇൻ എ സാമ്പിൾ ഓഫ് 1000 പീപ്പിൾ, ഇൻ എ സാമ്പിൾ ഓഫ് 1000 people from Kerala, 530 prefer tea and the rest prefer coffee. Can be assumed that both tea and coffee are equally proportion in this state at 5% level of significance. Problem is this: the sample of 1,000 people from a Kerala, 530 prefer a tea and rest prefer a coffee. Can we assume that both tea and coffee are equally proportion in this state at 5% level of significance?
അടുത്ത എച്ച് നോട്ട് എന്ന് പറയുന്നത് അതായത് ഈക്വലി പ്രിഫറൻസ് പ്രപ്പോർഷൻ ആണ്. അതായത് ടീക്കും ആ പോപ്പുലേഷനകത്ത് ടീക്കും കോഫിക്കും ഈക്വൽ ആയിട്ടാണ് പ്രപ്പോർഷൻ പ്രിഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഈക്വൽ എന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു എന്തായിരിക്കും? ഹാഫ് ഹാഫ് ആയിരിക്കും പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് കോഫിക്കും ഹാഫ് ആയിരിക്കും, ടീക്കും ഹാഫ് ആയിരിക്കും. ഈക്വലി പ്രപ്പോസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ട പോപ്പുലേഷൻ പ്രപ്പോർഷൻ പി എന്ന് പറയുന്നത് ഹാഫ് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. കോഫിന്റെ ആണെങ്കിൽ കോഫിന്റെ ആ പ്രപ്പോർഷൻ പി ഈക്വൽ ടു 1/2 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം പോപ്പുലേഷൻ പ്രപ്പോർഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി നോട്ട് ആയിരുന്നു. എച്ച് നോട്ട് എന്ന് പറയുന്നത് പി നോട്ട് ഈക്വൽ ടു 1/2 ആണോന്ന്. അതിന്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് പി നോട്ട് ഈക്വൽ ടു 1/2. Given that number of sample is n equal to 1000 and നമ്മള് 5000 പ്യൂപ്പിളിന്റെ സാമ്പിൾ എടുത്തപ്പോ 530 പ്രിഫർ ആണ് ടി. അതായത് 530 ആള് ടി പ്രിഫർ ചെയ്തു. അപ്പൊ അവിടുത്തെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 530 ആണ്. അപ്പൊ നമ്മളെ proportion sample proportion p equal to x by n ആണ്. x is the success. 1000 സാമ്പിൾ എടുത്തതിൽ 530 ആണ് നമുക്ക് ടി പിന്നെ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 530 ഡിവൈഡഡ് ബൈ 1000 ആണ്. ക്ലിയർ അല്ലേ? പി ഈക്വൽ ടു പ്രപ്പോർഷൻ, സാമ്പിൾ പ്രപ്പോർഷൻ പി എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എൻ ആണ്. എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് സക്സസ് ആണ്. 1000 സാമ്പിൾ എടുത്തതിൽ 530 എണ്ണാണ് ടി പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് തന്നത് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 530 ഡിവൈഡഡ് ബൈ 1000 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.53. ഇനി ടെസ്റ്റ് സ്റ്റാറ്റിക് യൂസ് ചെയ്യാം. ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സെറ്റ് ഈക്വൽ ടു പി മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ എൻ. പി എന്ന് പറയുന്നത് 0.53. അതായത് പോപ്പുലേഷൻ സാമ്പിൾ പ്രപ്പോർഷൻ. പി നോട്ട് മീൻസ് പി നോട്ട് ഈസ് ഗിവൺ ഈസ് ആൻ ഈക്വലി പ്രപ്പോർഷൻ. A p not equal to 1/2 is given. 1/2 minus divided by root of 1/2 into 1 minus 1/2 divided by n is 1000. Using calculator, calculating this. The calculator value is 1.95. Given that 5% is significance level, അപ്പോൾ എച്ച് നോട്ട് എന്ന് പറഞ്ഞാല് പി നോട്ട് ഈക്വൽ ടു 1/2 ആണ്. അപ്പൊ ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. ടു ടൈൽഡ് എന്ന് മീൻസ് p not equal to 1/2 means p not greater than 1/2 or less than 1/2. ടു സൈഡില് പ്രോബബിലിറ്റി പോവും. അപ്പോൾ ടു ടൈൽഡ് ടെസ്റ്റ് ആന്ന് പറയാം. 5% സിഗ്നിഫിക്കൻസ് ലെവലിൻ്റെ അകത്ത് ടു ടൈൽഡ് ടെസ്റ്റിന്റെ സെറ്റിന്റെ വാല്യൂ 1.96 ആണ്. അപ്പോൾ ഇത് ടാബുലാർ വാല്യൂ 1.96 ആണ്. ടാബുലാർ വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ ഇത് കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ tabular value. Calculated value less than tabular value ആവുന്ന കേസിൽ എന്തായിരുന്നു? Accept the hypothesis. Hypothesis H naught. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് പറയാം പ്രപ്പോർഷൻ എന്ന് പറയുന്നത് പി നോട്ട് എന്ന് പറയുന്നത് 1/2 ആണെന്ന് ഹൈപ്പോത്തിസിസ് വെച്ച് പറയാം.
അതാണ് സിംഗിൾ പ്രപ്പോർഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ. അപ്പൊ ലാസ്റ്റ് വേണമെങ്കിൽ എഴുതാം. വി കൺക്ലൂഡ് ദാറ്റ് ബോത്ത് ടീ ആൻഡ് കോഫി ആർ equally proportion. Both coffee and tea are equally next. Next, test the significance difference between a two proportion. Test the significance difference between two proportion. മോഡ്യൂളിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് ടെസ്റ്റ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ടു പ്രപ്പോർഷൻ. രണ്ട് പ്രപ്പോർഷൻ ഈക്വൽ ആണോ അല്ലയോന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം അവിടുത്തെ നൾ ഹൈപ്പോത്തിസിസ് H0 എന്ന് പറയുന്നത് P1 ടു ഈക്വാലിറ്റി ഓഫ് മീൻ ചെയ്തില്ലേ, μ1 ഈക്വൽ ടു μ2 ടു സെറ്റ് ഓഫ് പോപ്പുലേഷനകത്തുള്ള മീൻ μ1 μ2 എന്നെടുത്ത് അതേ സെയിം കേസ് തന്നെയാണ് ഇവിടെ പ്രപ്പോർഷൻ വരുന്നുണ്ട് എന്നേ ഉള്ളൂ. H0 ഈസ് P1 ഈക്വൽ ടു P2. അപ്പോൾ H1 എന്ന് പറയുന്നത് ഒന്നുകിൽ P1 നോട്ട് ഈക്വൽ ടു P2 ആകാം. ഇനി സിഗ്നിഫിക്കൻസ് ഡിഫറൻസും ചോദിച്ചാൽ P1 നോട്ട് ഈക്വൽ ടു P2 വരും. അവിടെ ടു ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും. ടു ടൈൽഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. ഇനി H1 എന്ന് പറയുന്നത് P1 ഗ്രേറ്റർ ദാൻ P2. P1 ഗ്രേറ്റർ ദാൻ P2 ആണെങ്കിൽ വൺ ടൈൽഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. P1 ലെസ് ദാൻ P2 ആണെങ്കിലും യൂസിങ് എ വൺ ടൈൽഡ് ടെസ്റ്റ്. ഇനി സിഗ്നിഫിക്കൻസ് ഡിഫറൻസും ചോദിച്ചാൽ ടു ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും. ഇഫ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഇൻഫീരിയർ, സുപ്പീരിയർ അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വൺ ടൈൽഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ P0 നൾ ഹൈപ്പോത്തിസിസ് P1 ഈക്വൽ ടു P2 ആയിരിക്കും. ഇനി ഓരോ P1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സാമ്പിൾ ഉണ്ടാവും. ടു സെറ്റ് ഓഫ് പോപ്പുലേഷൻ ആയിരിക്കും. ആ സെറ്റ് ഓഫ് പോപ്പുലേഷനകത്ത് ഫസ്റ്റ് സെറ്റ് ഓഫ് പോപ്പുലേഷനകത്ത് സാമ്പിൾ ഉണ്ടാവും. നമ്പർ ഓഫ് സാമ്പിൾ സൈസ് നമ്മൾ N1 ആയിട്ട് എടുക്കുക. സെക്കൻഡ് സെറ്റ് ഓഫ് പോപ്പുലേഷനകത്ത് സാമ്പിൾ ഉണ്ടാവും. അതിന്റെ സൈസ് N2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റ് സെറ്റ് ഓഫ് സാമ്പിൾ പോപ്പുലേഷൻ എന്ന് പറയുന്ന സാമ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് P ക്യാപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് P0 ക്യാപ്പ് അങ്ങനെ കൺസിഡർ ചെയ്യും. അതായത് N1 ഉണ്ടാവും, N2 ഉണ്ടാവും. ഇതിനകത്ത് P1 P2 X1 X2. N1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് ഓഫ് പോപ്പുലേഷനകത്തുള്ള നമ്പർ ഓഫ് സാമ്പിൾ ആണ് N1. സെക്കൻഡ് സെറ്റ് ഓഫ് പോപ്പുലേഷനകത്തുള്ള നമ്പർ ഓഫ് സാമ്പിൾ ആണ് N2. P1 മീൻസ് ഫസ്റ്റ് സെറ്റ് ഓഫ് സാമ്പിളിന്റെ പ്രപ്പോർഷൻ ആണ്. P2 എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റ് ഓഫ് സാമ്പിളിന്റെ പ്രപ്പോർഷൻ ആണ്. X1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് ഓഫ് പോപ്പുലേഷനകത്തുള്ള നമ്പർ ഓഫ് സക്സസ് ആണ് X1. X2 മീൻസ് സെക്കൻഡ് സെറ്റ് ഓഫ് പോപ്പുലേഷനകത്തുള്ള നമ്പർ ഓഫ് സക്സസ് ആണ് X2 എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ
പ്രപ്പോർഷൻ ആയിട്ട് വരുന്നത് P1 ഈക്വൽ ടു x1/n1 ആയിരിക്കും അല്ലെ. പോപ്പുലേഷൻ പ്രപ്പോർഷൻ P2 സാമ്പിൾ പ്രപ്പോർഷൻ P2 ഈക്വൽ ടു x2/n2 ആയിരിക്കും. ഇതൊക്കെ നോട്ട് ചെയ്യണേ. P1 ഈക്വൽ ടു x1/n1, P2 ഈക്വൽ ടു x2/n2. ഇനി ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഇതാണ്. സെറ്റ് ഈക്വൽ ടു, ഇതും ഇമ്പോർട്ടന്റ് ആണ്, P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P1 Q1 divided by N1 plus P2 Q2 divided by N2, where Q1 equal to 1 minus P1 and Q2 equal to 1 minus P2. Formula മാത്രം പഠിച്ചാൽ മതി. ടെസ്റ്റ് സ്റ്റാറ്റിക് സെറ്റ് ഈക്വൽ ടു P1 മൈനസ് P2 പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ടെസ്റ്റ് സ്റ്റാറ്റിക്കിന്റെ ഫോർമുല ഇതാണ്. സെറ്റ് ഈക്വൽ ടു P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P1 Q1 ഡിവൈഡഡ് ബൈ N1 P2 Q2 ഡിവൈഡഡ് ബൈ N2. ഇനി പോപ്പുലേഷന്റെ പ്രപ്പോർഷൻ തന്നില്ലെങ്കിൽ നമ്മൾ സാമ്പിൾ പ്രപ്പോർഷൻ എടുക്കും. അത് പ്രോബ്ലത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പൊ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ്. ഫസ്റ്റ് നൾ ഹൈപ്പോത്തിസിസ് H0 H1 ഫോം ചെയ്യുക. പിന്നെ സിഗ്നിഫിക്കൻസ് ലെവല് നോക്കുക, ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം. ലാർജ് സാമ്പിൾ ആണെങ്കിൽ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യണം, സ്മോൾ ആണെങ്കിൽ ടി ടെസ്റ്റ്. ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം എന്ന് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് രണ്ട് പ്രപ്പോർഷന്റെ ഈക്വാലിറ്റിയാ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിക് ഇസ് ദിസ് സെറ്റ് ഈക്വൽ ടു P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P1 Q1 ഡിവൈഡഡ് ബൈ N1 പ്ലസ് P2 Q2 ഡിവൈഡഡ് ബൈ N2. നെക്സ്റ്റ് ചെയ്യേണ്ടത് ടു ടൈൽഡ് ആണോ വൺ ടൈൽഡ് ആണോ നോക്കി ടാബുലാർ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് കിട്ടിയ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ വി റിജക്ട് ദി ഹൈപ്പോത്തിസിസ്. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ അക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ്. ഇതാണ് ഹൈപ്പോത്തിസിസിന്റെ ടെസ്റ്റ് ഒക്കെ മീനിന്റെ അതേ പ്രൊസീജിയർ തന്നെയാണ്. ഈക്വാലിറ്റി ഓഫ് എ പ്രപ്പോർഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പ്രോബ്ലം എഴുതിക്കോ. എ ഡ്രഗ് problem is this. A drug research experimental unit is testing two drugs newly developed to reduce blood pressure levels. The drugs are administered to two different sets of animal. Drug test result, animal tested, animal response. First one, drug 1, animal tested 600 and response 350. Drug 2, animal 500, 260.
Question is this: the research units wants to test whether there is a difference between the efficiency of a sets of two drugs at 5% level of significance. Question is this: പറയുന്നത് ഒരു ഡ്രഗ് റിസർച്ച് എക്സ്പെരിമെന്റിൻ്റെ അകത്ത് രണ്ട് ഡ്രഗ് ടെസ്റ്റ് ചെയ്യുന്ന അത് ബ്ലഡ് പ്രഷർ ലെവല് നോക്കാനുള്ളതാണ്. ആനിമൽസിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ 600 ആനിമൽസിലാണ് ടെസ്റ്റ് ചെയ്തത്. 350ക്ക് റെസ്പോൺസ് ഉണ്ടായി. നെക്സ്റ്റ് ഡ്രഗ് 2 ഈസ് 500 ആണ് ആനിമലിനാണ് ടെസ്റ്റ് ചെയ്തത്. 260ക്ക് റെസ്പോൺസ് ഉണ്ടായി. അപ്പൊ there is a research unit want to test whether there is a difference between the efficiency of the set of two drugs. ഈ അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഈ ഡ്രഗ്സിന്റെ എഫിഷ്യൻസിനകത്ത് എന്തെങ്കിലും രണ്ട് ഡ്രഗ്സിന്റെ എഫിഷ്യൻസിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. വിത്ത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് മീൻസ് ഈ രണ്ട് ടെസ്റ്റിനും ഡിഫറൻസ് മീൻസ് നമ്മൾ H0 ആയിട്ട് എടുക്കുന്നത് P1 P2 ആ ഫോമിലാണ് എടുക്കുന്നത്. ഇതിന്റെ എഫിഷ്യൻസിയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം H0 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു ഡിഫറൻസും ഇല്ലാന്ന്. P1 ഈക്വൽ ടു P2 ആയിട്ട് എടുക്കുന്നത്. H1 എന്ന് പറയുന്നത് ഇനി സിഗ്നിഫിക്കൻസ് ഡിഫറൻസും ചോദിച്ചാൽ P1 നോട്ട് ഈക്വൽ ടു P2. ഇനി അവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഇതായിരുന്നു: സെറ്റ് ഈക്വൽ ടു P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P1 Q1 ഡിവൈഡഡ് ബൈ N1 പ്ലസ് P2 Q2 ഡിവൈഡഡ് ബൈ N2. N1 is the number of sample from first set of drugs. N2 is the number of samples from the second set of drugs. അപ്പോൾ N1 equal to N1 600, N2 500. N1 600, N2 500. X1 equal to response 350, 260. X1 350, X2 260. അപ്പോൾ P1 equal to P1 means sample proportion. P1 equal to X1 divided by N1, that is 350 divided by 360. And P2 equal to X2 divided by N2 equal to 260 divided by 500. And Q1 equal to 1 minus P1 and Q2 equal to 1 minus P2. Substituting this in our test static. P1 335 divided by 600 is 0.583. 1 minus P1 is 1 minus 0.583, which is equal to
0.147. So P1 equal to 0.583 minus P2 is 260 divided by 500 is 0.520. Q2 equal to 1 minus 0.52, which is equal to 0.48. ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണേ. അപ്പോൾ 0.583 മൈനസ് 0.52 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P1 equal to 0.583 into Q1 is 0.174. ആണ് 0.417 plus divided by N1 is 600 plus P2 is 0.52 into Q2 0.48 divided by N2 500, which is equal to, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 0.063 divided by root of 0.00064 plus 0.0005, which is equal to, കാൽക്കുലേറ്റ് ചെയ്താൽ ഫൈനൽ 2.1 ആണ് ആൻസർ. ആൻസർ is 2.1. That is calculated value is 2.1. Calculated value is 2.1 and tabular value is 5% level of significance ആണ്. Level of significance ആണ് തന്നിട്ടുണ്ട്. two tailed test ആണ്. അപ്പോൾ ടെസ്റ്റ് സെറ്റ് ഈക്വൽ ടു 1.96 ആണ്. നമുക്കറിയാം കാൽക്കുലേറ്റഡ് വാല്യൂ 2.17 ആണ്, ഗ്രേറ്റർ ദാൻ ടാബുലാർ വാല്യൂ. ടാബുലാർ വാല്യൂ 1.96 ആണ്. 2.1 is greater than 1.96. Therefore, we accept H0. That means calculated value greater than tabular value ആണെങ്കിൽ reject H0 ആണ്. ഗ്രേറ്റർ ആണെങ്കിൽ റിജക്ട് ചെയ്യാം, ലെസ് ആണെങ്കിലാണ് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടാബുലാർ വാല്യൂ, വി റിജക്ട് H0. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. രണ്ട് ഡ്രഗ്സിന്റെ എഫിഷ്യൻസിന്റെ അകത്തും ഡിഫറൻസ് ഉണ്ട്. H0 എന്ന് പറയുന്നത് ഡ്രഗ്സിന്റെ എഫിഷ്യൻസിയിൽ ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത് H0 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ റിജക്ട് ചെയ്യാന്ന് പറയുന്നത് H1 ആക്സെപ്റ്റ് ചെയ്യും. H1 ആക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ട് ഡ്രഗ്സിന്റെ എഫിഷ്യൻസിയിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എഴുതുക, വി കൺക്ലൂഡ് ദാറ്റ് ദി എഫിഷ്യൻസി ഓഫ് എ ടു ഡ്രഗ്സ് ആർ ഡിഫറെന്റ്. Efficiency of a two drugs are different. ഇതുപോലെ നിങ്ങളോട് ഗ്രേറ്റർ ആണോ ലെസ് ആണോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കും. അതായത് P1 ഗ്രേറ്റർ ദാൻ P2 ആണോ. നമ്മൾ P1 ഈക്വൽ ടു P2 എന്ന് പറഞ്ഞിട്ട് H0 എടുക്കുക. ഇപ്പം ഗ്രേറ്റർ ആണോ എന്ന് P1 ഗ്രേറ്റർ ദാൻ P2 എന്നായിട്ട് എടുക്കുക. അപ്പോൾ അവിടെ വൺ ടൈൽഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. വൺ ടൈൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് വാല്യൂ മാറുന്നേ ഉള്ളൂ. 1.96 ഉള്ളത് 5% ആണെങ്കിൽ, വൺ ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ 1.645 വരുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതേ പ്രൊസീജിയർ തന്നെ, കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ റിജക്ട് ചെയ്യുന്നു, കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ H0 ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മളെ മൊഡ്യൂളിലുള്ളത്.